സംഘടനാ തലത്തിൽ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് കൂടുതൽ നേതാക്കളെ പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ പിടിക്കാൻ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കും. കർണാടക ബലഗാവിലെ പ്രവർത്തക സമിതി യോഗത്തിലാണ് നിർണായകമായ തീരുമാനമുണ്ടായത്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. നിതിൻ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് പൂർണ്ണമായും ശ്രമിക്കുന്നു എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കോൺഗ്രസ് ഒരു തിരിച്ചുവരവിനും അതോടൊപ്പം തന്നെ അടിമുടി മാറ്റത്തിനും ഒരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ പദം ഏറ്റെടുത്ത ബലഗാവിൽ 100 വർഷത്തിന് ശേഷം അതേ ബലഗാവിൽ ചേരുന്ന കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതിയിൽ ചില നിർണായക തീരുമാനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. ഇന്ന് വിശാല സമിതി പ്രവർത്തക സമിതി യോഗം ചേർന്നു. നാളെയും കോൺഗ്രസിന്റെ ഈ സമിതി യോഗം തുടരും. അതിനുശേഷം നാളെ ഒരു മഹാറാലിയോടുകൂടിയാണ് യോഗം അവസാനിക്കുക. എന്തായാലും ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് തന്നെയാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നുള്ള കൂടുതൽ നേതാക്കളെ ഉൾപ്പെടുത്താനാണ് തീരുമാനം. അതിൻ്റെ നിർദ്ദേശങ്ങളടക്കം ഇന്ന് കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ തന്നെ ഒരു പൊതുവികാരമായി ഇന്ന് യോഗത്തിൽ മുന്നോട്ട് വെച്ചു. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ അടിമുടി കോൺഗ്രസിന് മാറ്റം വേണം. അതിൻ്റെ ഭാഗമായി കൂടുതൽ നേതാക്കളെ ഇതിൽ ജനറൽ സെക്രട്ടറി പദവിയിലേക്കും സംഘടനാ നേതൃത്വത്തിലേക്കും കൊണ്ടുവരണമെന്നൊരാവശ്യമാണ് നേതാക്കൾ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം മഹാരാഷ്ട്രയിലെ തിരിച്ചടി, ഹരിയാനയിലെ അപ്രതീക്ഷിത തോൽവി, ഇതിനെല്ലാം പാഠം ഉൾക്കൊണ്ട് വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം കേരളം ഉൾപ്പെടെയുള്ള മിക്ക സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം സമഗ്രമായ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു കളം ഒരുങ്ങണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ കർണാടക മോഡൽ വാർ റൂം സജ്ജീകരിച്ചാകും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക. അത്തരം ചില തീരുമാനങ്ങളും യോഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഭരണഘടനാ സംരക്ഷണ പദയാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്രാ മാതൃകയിൽ ഏതാണ്ട് 1 വർഷം നീളുന്ന ഒരു ഭരണഘടനാ സംരക്ഷണ പദയാത്രയ്ക്കാകും കോൺഗ്രസ് നീങ്ങുന്നത്. അത്തരം ചില നിർണായക തീരുമാനങ്ങളും ഇന്നത്തെ ബലഗാവിയിലെ വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അടിമുടി മാറ്റത്തിനൊരുങ്ങി പാർട്ടിയുടെ തിരിച്ചുവരവ് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ആദ്യ ചുവടെന്ന നിലയിൽ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവ് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഡൽഹിയിൽ തന്നെ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകണം എന്നൊരാവശ്യമാണ് എന്തായാലും യോഗത്തിൽ നേതാക്കളടക്കം മുന്നോട്ട് വെച്ചിരിക്കുന്നത്.